Find the value of b so that the following function is valid. PDF എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x equal to 2x 0 less than or equal to x less than or equal to b equal to 0 otherwise. അപ്പോൾ അതിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് b കാണാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക, ഇത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ -∞ to ∞ f of x dx equal to 1 ആയിരിക്കും. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താ, 2x ആണ്. അപ്പോൾ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ 2x ആണ്. f of x 2x വരുമ്പോൾ ലിമിറ്റ് എന്ത് വരും, 0 to b ആണ്. അപ്പോൾ ഇവിടെ 0 to b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി 2 into x ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ x²/2 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. 2 ക്യാൻസൽ ചെയ്ത് പോട്ടോ. അപ്പോൾ b² equal to 1, ദാറ്റ് ഈസ് b equal to +4 - 1 വരും. ഇവിടെ 0 to b അല്ലേ വരിക, അപ്പോൾ 0 to 0 വലുതായിരിക്കണം b എന്ന് പറഞ്ഞാൽ, അപ്പം b എന്ന് വെച്ചാൽ 1 ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ f of x equal to 0, x less than or equal to 2, k into x minus 2, 2 less than x less than 6, x greater than or equal to 6. Find the value of k, p of x greater than 4. ഇവിടെ ക്യാപിറ്റൽ f of x ആണ് തന്നിട്ടുള്ളത്. പ്രോബിലിറ്റി നമുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ k കാണണമെങ്കിൽ നമുക്ക് f of x വേണം. കാരണം ഈ കണ്ടീഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ k കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്മോൾ f of x കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ f of xൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും സ്മോൾ f of x. സ്മോൾ f of x തന്നിട്ട് ക്യാപിറ്റൽ f of x കാണാൻ പറഞ്ഞ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ f of x തന്നിട്ട് സ്മോൾ f of x കാണണമെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ സ്മോൾ f of x കാണാനായിട്ട് ഡെറിവേറ്റീവ് ഓഫ് f of x. ഇവിടെ 0ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, 1ൻ്റെ ഡെറിവേറ്റീവും 0 വരും. അപ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് ഇൻ്റർവെല്ലിൻ്റെ അവിടെ 0 വരും. ഇവിടെ മാത്രമേ നമുക്ക് വാല്യൂ വരുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ മാത്രമേ സ്മോൾ f of x ഉള്ളൂ. അപ്പോൾ ഇവിടെ k into kx - 2k വരും. അപ്പോൾ k ഉള്ളിലേക്ക് എടുക്കുമ്പോൾ kx - 2k വരും. k ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. 2k കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ k വരും. kxൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, k ഇൻറ്റു 1 - 0 k വരും. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് 1 0 വരും. അപ്പോൾ ഇവിടെ സ്മോൾ f of x എന്ന് പറഞ്ഞാൽ 2 less than x less than 6. ഇതിന് മാത്രമേ ഡെറിവേറ്റീവ് ഉള്ളൂ. ഇതിൻ്റെയും ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ 2 less than x less than 6 മാത്രം എഴുതിയാൽ മതി. ഇനി k കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. -∞ f of x dx equal to 1 വരും. ഇതിൽ f of x എന്ന് പറഞ്ഞാൽ k ആണ്. അവിടെയുള്ള ഇൻ്റർവെല്ലിൽ എഴുതുക, 2 to 6 എന്ന് എഴുതുക. k dx equal to 1. kയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ k dxൻ്റെ ഇൻ്റഗ്രേഷൻ x ആണ്. kx 6ഉം 2 ആണ് അതിൻ്റെ ലിമിറ്റ്. അതിൽ അപ്പർ ലിമിറ്റ് 6 ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6 മൈനസ് ലോവർ ലിമിറ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 6 - 2 എന്താണ് വരിക, 4 വരും. 4k equal to 1, k equal to 1/4. ഇനി പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 കാണണം. പ്രോബിലിറ്റി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ പ്രോബിലിറ്റി കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. പ്രോബിലിറ്റി കാണാൻ പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് ഇത് നോക്കിയിട്ട് എടുക്കുക. 4 എന്താണ്, ലോവർ ലിമിറ്റാണോ അപ്പർ ലിമിറ്റാണോ? എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ 4 ലോവർ ലിമിറ്റാണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരെയും വരും, f of x dx വരും. പക്ഷേ ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ f of x എന്ന് പറയണത് 2 to 6 ആണ്. അപ്പർ ലിമിറ്റ് 6 വരെ വരാൻ പാടുള്ളൂ. k എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പോൾ നമ്മളിവിടെ 4 to 4 ഇവിടെ 4 വരാൻ പാടുള്ളൂ. അപ്പർ ലിമിറ്റ് മാക്സിമം 6 വരാൻ പാടുള്ളൂ. 1/4 dx. dxൻ്റെ ഇൻ്റഗ്രേഷൻ x ആണ്. 6 4 വരും ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 വരും. 2/4 1/2. ഇനി അടുത്തത്, ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ cx² mod x less than or equal to 1 equal to 0 otherwise find the constant c, find e of x and v of x. ഇതേപോലെ തന്നെ c കാണണമെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ
മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക. ഈ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണ്. ഇത് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം -1 to 1 കൊടുക്കുക. സി എക്സ് സ്ക്വയർ വരുമ്പോൾ അതല്ലേ ലിമിറ്റ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ x³ ആണ്. 1 to -1 ആണ് ലിമിറ്റ് വരെ. വേണമെങ്കിൽ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് 1³ മൈനസ് ലോവർ ലിമിറ്റ് 1³ വരും, -1³ വരും. ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും c = 3/2. അപ്പോൾ ഇപ്പോൾ പുതിയ എഫ് ഓഫ് എക്സ് സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3/2 x² -1 s ലെസ് ദാൻ 1 ആണ്. ഇനി ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സിൻ്റെ ഫോർമുല ഇൻ്റഗ്രൽ -∞ to ∞ x എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3/2 x² കിട്ടും. അതിൻ്റെ ലിമിറ്റ് -1 to 1 കൊടുക്കുക. ഈ എക്സും x² കൂടി മൾട്ടിപ്ലൈ ചെയ്ത് x³ കിട്ടും. അപ്പോൾ x³ ഇൻ്റഗ്രേഷൻ കൊടുക്കണം. x³ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. വേണമെങ്കിൽ ഓഡ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ അറിയാവുന്നവരാണെങ്കിൽ 0 എന്ന് തന്നെ എഴുതാം. അതല്ല എങ്കിൽ, അതായത് -1 to 1 ലിമിറ്റ് വരുമ്പോൾ അതല്ല അറിയാത്തവരാണെങ്കിൽ x³ ഇൻ്റഗ്രേഷൻ x⁴/4 എഴുതാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 കിട്ടും. ഇനി വേരിയൻസ് കാണാനായിട്ട് ഇ ഓഫ് x² മൈനസ് ഇ ഓഫ് x² മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ വരും. ഇ ഓഫ് x² ഫോർമുല -∞ x² എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. x² എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3/2 x². അപ്പോൾ അവിടുത്തെ ലിമിറ്റ് -1 to 1 ആണ്. ഈ x² × x² എന്ന് പറഞ്ഞാൽ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ x⁴ വരും. x⁴ ഇൻ്റഗ്രേഷൻ x⁵/5. അപ്പർ ലിമിറ്റ് 1ഉം ലോവർ ലിമിറ്റ് -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/5 കിട്ടും. ഇനി വേരിയൻസിൻ്റെ ഈ ഫോർമുലയിൽ ഇ ഓഫ് x² ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3/5 കിട്ടും. ഇനി ഇവിടെ അതിൻ്റെ കൂടെ തന്നെ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് കാണാനുണ്ട്. അത് എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്. 1/2 വലുതാവേണ്ട എക്സ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി വരെ വരും. എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. പക്ഷേ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് 1 വരെ വരുള്ളൂ. ക്വസ്റ്റ്യനിൽ കണ്ടതല്ലേ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് x³ 1/2 to 1 വരും. x² ഇൻ്റഗ്രേഷൻ x³ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ലിമിറ്റ് അതിൻ്റെ ഉള്ളിലുള്ളത് വെച്ച് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് വരും.